ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ ട്രിപ്പാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ദക്ഷിണ കന്നഡയിലുള്ള അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. സുബ്രഹ്മണ്യത്തും ധർമ്മസ്ഥലയും പിന്നെ കൊല്ലൂർ മൂകാംബികയിലേക്കാണ് പോകുന്നത്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. നമ്മൾ 5 പേരും കൂടിയാണ് പോകുന്നത്. അപ്പം രാവിലെ ഒരു 9:30 ആകുമ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയത്. ഇപ്പം നമ്മൾ സുബ്രഹ്മണ്യത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ഥലത്ത് നിന്ന് സുബ്രഹ്മണ്യത്തേക്ക് 140 കിലോമീറ്ററാണ് വരുന്നത്. അതായത് ഏകദേശം 4-4.5 മണിക്കൂർ എടുക്കും. നമ്മളെ സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ സ്ഥലം പ്രോപ്പർ പയ്യന്നൂർ കരുവള്ളൂരാണ്. അപ്പോൾ അവിടുന്ന് 140 കിലോമീറ്ററാണ്. പിന്നെ നമ്മൾ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് ബന്തടുക്ക സുള്ളിയ വഴിയാണ് നമ്മൾ പോകുന്നത്. പിന്നെ കാസർഗോഡ് നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട് നമുക്ക് ധർമ്മസ്ഥലയും സുബ്രഹ്മണ്യത്തിലേക്കും. അതുകൂടാതെ നമുക്ക് മംഗലാപുരം വഴിയും പോകാൻ പറ്റും. അങ്ങനെ നമ്മൾ സുബ്രഹ്മണ്യത്തെത്തി. അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുകളിൽ നമ്മളെ മുരുകൻ്റെ സുബ്രഹ്മണ്യൻ്റെ വേലാണ് അവർ ഡിസൈനായിട്ട് കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നി. അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. എത്തുമ്പോഴേക്ക് ഏകദേശം 1:30 അടുത്ത് ആയിട്ടുണ്ടായിരുന്നു, 1 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഫോണിൽ നോക്കിയപ്പോൾ മനസ്സിലായ അമ്പലം ഇനി അരമണിക്കൂറും കൂടി ഇല്ലു, അതായത് 1:30 ആകുമ്പോൾ അടക്കുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓടിപ്പോയി. പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് അവിടെ, ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അന്നേരമാണ് മാങ്ങ കണ്ടത്. നീലാട്ടിന് മാങ്ങ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുമില്ല, മാങ്ങ വാങ്ങിച്ചിട്ട് അടങ്ങും. അങ്ങനെ മാങ്ങയും വാങ്ങിച്ചിട്ട് നമ്മൾ നടക്കുമ്പോഴാണ് മാങ്ങ ഷോപ്പിലെ ഏച്ചി നമ്മളെടുത്ത് പറഞ്ഞത്, അരമണിക്കൂറും കൂടി ഇല്ലും മക്കളെ, വേഗം പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അങ്ങനെ നമ്മൾ മാങ്ങയും കഴിച്ചുകൊണ്ട് അമ്മ ഓടിയായിരുന്നു അമ്പലത്തിലേക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും കറക്റ്റ് ടൈമിലാണ് നമ്മൾ അവിടെ എത്തിയത്. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ KSRTC ബസ്, നമ്മളെ കേരളത്തിൽ നിന്നുള്ള KSRTC ബസ്. കാസർഗോഡ് സുള്ളിയ വഴി വരുന്ന KSRTC ബസ്സാണിത്. ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു 200-250 രൂപയായിരിക്കും ബസ് ചാർജ് വരിക. അതും നല്ലൊരു ബസ്സിൽ വരുന്നതും വേറെ തന്നെ ഒരു രസമുള്ള കാര്യമായിരിക്കും. കാരണം ഈ മലകളും കാടുകളുടെ ഒക്കെ ഇടയിലൂടെ വരുമ്പോൾ. അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇതാണ് സുബ്രഹ്മണ്യ അമ്പലം, കുക്കെ സുബ്രഹ്മണ്യ ടെമ്പിളാണ് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള പേര്. സുബ്രഹ്മണ്യൻ്റെ നമ്മുടെ മുരുകൻ്റെ പ്രതിഷ്ഠയാണ് വരുന്നത്. ഒരുപാട് മലകൾക്ക് നടുവിൽ ആണ് ഈ അമ്പലം വരുന്നത്. പിന്നെ 5000 വർഷം പഴക്കമുള്ള അമ്പലമാണിത്. കുമാരധാര നദിയുടെ തീരത്തായിട്ടാണ് ഈ അമ്പലം വരുന്നത്. ഇതൊക്കെ ഞാൻ ഗൂഗിൾ ചെയ്ത സംഭവമാണ്. അമ്പലത്തിൻ്റെ അകത്തേക്ക് ക്യാമറ കയറ്റാൻ പറ്റൂല എന്ന് ഓൾറെഡി അവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ എടുത്തു. അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് ഇതുപോലെ കാല് നനച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ വീഡിയോ അത്ര പ്രോപ്പറൊന്നും ആയിരിക്കില്ല, കാരണം വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് അതിനകത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കുന്നതായിരുന്നു. അതുകൊണ്ട് എടുത്ത ആംഗിളൊന്നും കറക്റ്റ് ആവണമെന്നില്ല. അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്താണ് നമുക്ക് മനസ്സിലായത് 1:30 ആകുമ്പോഴത്തേക്ക് അമ്പലം അടക്കും, പിന്നെ വൈകിട്ടാണ് തുറക്കുന്നത്. അപ്പം പൊതുവേ ഈ ഒരു രാവിലെ സമയത്ത് ഭയങ്കര ക്യൂ ആണ് ഈ അമ്പലത്തിൽ. ഒരുപാട് ലൈൻ നിന്നിട്ടാണ് ആൾക്കാർ പോകുന്നത്. പക്ഷേ എന്തോ നമ്മുടെ ഭാഗ്യമാണോ, എല്ലായിടത്തും നമ്മൾ ലേറ്റായിട്ടാണ് എത്തുക. അതുപോലെ ഇവിടെയും ലേറ്റായിട്ട് എത്തി. പക്ഷേ ഭാഗ്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉള്ളിലേക്ക് ഒരു ക്യൂ നിൽക്കാതെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. അതെനിക്ക് നമുക്ക് ഭയങ്കര ഭാഗ്യമുള്ളൊരു സമയമായിരുന്നു. കാരണം എത്രയോ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടാണ് ഉള്ളിലേക്ക് കയറുന്നത്. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് അങ്ങ് കയറാൻ പറ്റി. പിന്നെ ഉള്ളിലുള്ളത് അധികം ഞാൻ എടുത്തില്ല, കാരണം എടുക്കാൻ പാടില്ല. ഒരു സെക്യൂരിറ്റി എന്നെ കണ്ടിട്ട് ഫോൺ താഴെ വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാക്സിമം കുറച്ച് പുറത്തുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ഉള്ളിൽ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ്. അമ്പലത്തിൽ ഭക്ഷണമുണ്ട്, അന്നദാനം കൊടുക്കുന്നുണ്ട് അവർ. ഉച്ചയ്ക്കും രാത്രിക്കും 2 നേരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിച്ചില്ല. നമ്മൾ പുറത്തുനിന്ന് ഒരു കർണാടക മീൽ കഴിച്ചു. ചോറും രസവും സാമ്പാറും തൈരും പിന്നെ ഒരു പൊട്ടറ്റോ കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി പോകുന്നത് ധർമ്മസ്ഥലത്തേക്കാണ്. ധർമ്മസ്ഥലത്തേക്ക് ഇവിടുന്ന് ഒരു 2 hour ഉള്ളത്. ധർമ്മസ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ ചെറുതായിട്ടൊന്ന് മഴ പെയ്തു. ആ സമയത്താണ് ഞാൻ ഉറക്കത്തുനിന്ന് ഞെട്ടി എണീറ്റത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാടുകൾക്കിടയിൽ ഇങ്ങനെ മഴയും കണ്ടിങ്ങനെ പോകാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമ്മൾ ധർമ്മസ്ഥലത്തെത്തി. നമ്മൾ ഇപ്പം നേരെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചു. നേരെ ഹോട്ടലിലോട്ട് പോയി ചെക്കിനൊക്കെ ചെയ്ത് ഒരു ഈവനിങ് ആകുമ്പോൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നിന്നത്. ഓഷ്യൻ പേൾ ഹോട്ടലായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായത്. ഇവിടെ ധർമ്മസ്ഥലത്ത് തന്നെ നമുക്ക് 100 രൂപ 200 രൂപയൊക്കെ കൊടുത്ത് നിൽക്കാൻ പറ്റുന്ന ലോഡ്ജുകളുണ്ട്. ഭയങ്കര ലക്ഷറി അല്ലാണ്ട് മിനിമലായിട്ട് പോയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബസ്സിൽ പോയിട്ട് ഇതുപോലെയുള്ള ലോഡ്ജുകളിൽ താമസിക്കാവുന്നതാണ്. 100-200 രൂപ കൊടുത്താൽ ഒരു ദിവസം നമുക്ക് താമസിക്കാൻ പറ്റും. ബെഡും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ വരുന്ന റൂമുകൾ അമ്പലത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട്. അല്ല ആൾക്കാർക്ക് വലിയ വൃത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉള്ളിൽ ചിലപ്പം വൃത്തി ഉണ്ടാവുമായിരിക്കും, പക്ഷേ പരിസരം വലിയ വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം കുറച്ച് നല്ല ഹോട്ടൽസ് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ഹോട്ടൽസും അവിടെ അവൈലബിൾ ആണ്. ഓഷ്യൻ പേളിലാണ് നമ്മൾ നിന്നത്. പിന്നെ ഇത് ഞാൻ ജസ്റ്റ് ഹോട്ടൽ റൂം നിങ്ങളെ കാണിച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളും ടോയ്ലറ്ററീസും പിന്നെ നല്ല അടിപൊളി റൂമായിരുന്നു. റൂമിൻ്റെ നല്ല റൂമിൽ നിന്ന് നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലഗേജസൊക്കെ വെക്കാൻ ലഗേജ് റാക്കും പിന്നെ ഒരു വലിയ മിററും പിന്നെ ടോയ്ലറ്റും അത്യാവശ്യം നല്ല ഡീസൻറ്റ് ടോയ്ലറ്റായിരുന്നു. ഒരു ബാത്തിങ് ഏരിയയും പിന്നെ ടോയ്ലറ്റും ഒരു വാഷ് ബേസ് ഏരിയയാണ് വരുന്നത്. നമുക്ക് കുളിക്കേണ്ട ആവശ്യമായിട്ടുള്ള ടോയ്ലറ്ററീസും കാര്യങ്ങളും ഷാമ്പൂ, കണ്ടീഷണർ, ഷവർ ജെൽ പിന്നെ ഡെൻ്റൽ കിറ്റ് എല്ലാം ഉണ്ടായിരുന്നു. കുറച്ച് നേരം റൂമിൽ ഉറങ്ങിയിട്ട് പോകാൻ നമ്മൾ വിചാരിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 മണി 7:30 വരെ ഉറങ്ങിയിട്ട് ചായയൊക്കെ കുടിച്ചിട്ടായിരുന്നു അമ്പലത്തിലേക്ക് പോയത്. കാരണം ആ ടൈമിലാണ് ഒരു 5:30 ആകുമ്പോഴാണ് ഈവനിങ് അമ്പലം തുറക്കുന്നത്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യം 1-2 സ്ഥലത്തുണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ലോഡ്ജും ഉണ്ട്. ആ ലോഡ്ജ് എന്ന് വെച്ചാൽ ഒരു ദിവസം 100-200 ഒരാൾക്ക് വരുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് റൂം വരുന്നത്. ഒരു മിനിമലായിട്ട് പോയിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പോവാം. പിന്നെ സുബ്രഹ്മണ്യം വെച്ച് നോക്കുമ്പോൾ എനിക്ക് സുബ്രഹ്മണ്യത്തെ പരിസരം അത്ര നീറ്റായിട്ട് തോന്നിയിട്ടില്ല. അവർ നീറ്റായിട്ട് അങ്ങനെ വെച്ചിട്ടില്ല. പക്ഷേ ധർമ്മസ്ഥല ഭയങ്കര നീറ്റായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ലോഡ്ജ്. അവിടെ നമുക്ക് 100-200 രൂപ കൊടുത്തിട്ട് ഒരു ദിവസം താമസിക്കാം. പിന്നെ വൃത്തിയുണ്ട്. എനിക്ക് അത്യാവശ്യം നീറ്റായിട്ട് തോന്നി ഈ പരിസരം. പക്ഷേ സുബ്രഹ്മണ്യത്തിൻ്റെ പരിസരം എനിക്ക് അത്ര നീറ്റായിട്ട് തോന്നിയിട്ടില്ല. നമ്മളൊരു 3 ഡേയ്സ് ട്രിപ്പായിരുന്നു. ഫ്രൈഡേ പോയിട്ട് സൺഡേ നൈറ്റായിരുന്നു നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയത്. അപ്പോൾ ഇങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോകാൻ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ വീട്ടിൽ. നമ്മൾ അമ്മമാർക്കും ഇളയമ്മമാർക്കും വലിയമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ അമ്പലത്തിൽ പോകാൻ ആഗ്രഹമുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചെറിയൊരു പ്രശസ്തമായ 3 അമ്പലത്തിലേക്ക് സുബ്രഹ്മണ്യ, ധർമ്മസ്ഥല, കൊല്ലൂർ ഒരു 2.5 ഡേയ്സ് കൊണ്ട് എങ്ങനെ പോയിട്ട് വരാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ടിപ്സും കൂടി പറഞ്ഞു തരാനുണ്ട്. ഇതിപ്പം ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമല്ല. നമ്മളെല്ലാ അമ്പലത്തിലും ലേറ്റായിട്ടായിരുന്നു എത്തിയത്. സുബ്രഹ്മണ്യത്തിലാണെങ്കിൽ അവരുടെ ക്ലോസിങ് ടൈം, അതായത് ഉച്ചക്കത്തെ ക്ലോസിങ് ടൈം എന്ന് പറയുന്നത് 1:30 ആയിരുന്നു. അപ്പം നമ്മൾ 1 മണിയാകുമ്പോൾ അവിടെ എത്തിയത്. അത് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷേ എത്തിയതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ടും നല്ലതായിരുന്നു. നമുക്ക് ക്യൂ നിൽക്കാതെ കയറാൻ പറ്റി. അതുപോലെ തന്നെയായിരുന്നു ധർമ്മസ്ഥലയിലും ക്ലോസിങ് ടൈം വരുന്നത് 9 മണി 9:30 ആകുമ്പോഴായിരുന്നു. നമ്മൾ എത്തിയതും ആ ഒരു ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാതെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റി. ക്യൂ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യത്തിനേക്കാളും എത്രയോ അധികം ഇരട്ടി ക്യൂ നിന്നിട്ട് വേണം ധർമ്മസ്ഥല അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതായത് ക്യൂ നിന്നാൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ മഞ്ജുനാഥൻ, അതായത് ശിവനെ കാണാൻ പറ്റുള്ളൂ. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് അമ്പലം അടക്കാൻ പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്ക് ക്യൂ നിൽക്കേണ്ട ഇത് വന്നിട്ടില്ലായിരുന്നു. അതും നമ്മൾ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ടിപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും അമ്പലം അടക്കാൻ പോകുന്ന സമയത്ത് പോയി കണ്ടാൽ നിങ്ങൾക്ക് ക്യൂ നിൽക്കാതെ കയറാം. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ക്യൂ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആയിട്ടുള്ള ആളാണ്. എനിക്ക് ഈ അടഞ്ഞിട്ട റൂമുകളൊന്നും പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു 8-9 ലൈനോളം നടന്നിട്ട് വേണം നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇത്ര സ്പീഡായിട്ട് നടന്നിട്ടാണ് പോകുന്നത്. അതായത് ആൾക്കാർ കുറവായിരുന്നു. എന്നിട്ട് ഞാൻ എത്തിയെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് മനസ്സിലായി എത്തിയിട്ടില്ല, ഇതുപോലെ ഇനിയും ക്യൂ നിൽക്കാനുണ്ടെന്ന്. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇതിപ്പം ശരിക്കും തിരക്കായിരുന്നെങ്കിൽ ഒരു 5 മണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരിക്കലും പോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറില്ലായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം എന്ന പോലെ എനിക്ക് കയറി കാണാൻ പറ്റി. പിന്നെ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല. എല്ലാ അമ്പലത്തിലും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, അവർ ഫോട്ടോഗ്രാഫി ഭയങ്കരമായിട്ട് പ്രൊഹിബിറ്റഡ് എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മളെ നാട്ടിലെല്ലാം അത് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നത്. മേ ബി അവർ അമ്പലം അങ്ങനെ ഫോണിലൂടെ ഒന്നും ആരും കാണണ്ട, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊന്നും ആരും കാണണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പിന്നെ ഇതാണ് അമ്പലം ടൈമിംഗ് വരുന്നത്. പൂജാ ടൈമിംഗ് രാവിലെ 6:30 മുതൽ 2:30 വരെയും വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെയാണ് ടൈമിംഗ് വരുന്നത്.
8:30 ആകുമ്പം അമ്പലം ക്ലോസ് ചെയ്യും. പിന്നെ കുറേ പേര് തൊഴുത് വന്നിട്ട് ഇവിടെ കുറേ പേര് ഇരിക്കുന്നതും കിടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. മേ ബി എന്തെങ്കിലും പൂജയോ അല്ലെങ്കിൽ അവരങ്ങനെ ഒരു ദിവസം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നവരായിരിക്കും. അപ്പം നമ്മൾ തൊഴുതിട്ട് നേരെ ഹോട്ടലിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ വീണ്ടും ഗുഡ് മോർണിംഗ്. ഇത് നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ എന്ന് വെച്ചാൽ സാറ്റർഡേ മോർണിംഗ് ആണ്. അപ്പം നമ്മൾ നേരെ ഡ്രസ്സൊക്കെ ചെയ്ത് ഓഷ്യൻ പേളിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് കൊല്ലൂരേക്ക് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ നമ്മുടെ ബാഹുബലി എന്നാണ് ആ ഒരു സ്റ്റാച്യുവിനെ പറയുന്നത്. ഒരു ബുദ്ധനെ പോലെയുള്ള സ്റ്റാച്യു ആണ്. ബുദ്ധ സ്റ്റാച്യു ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമ്മൾ നേരെ കൊല്ലൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് വടയും ചായയൊക്കെ കുടിച്ചു. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കർണാടകയിലെ ഫുഡ്. എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും അൺഹൈജീനിക്കായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത് എനിക്കറിയില്ല. ഞാൻ മാംഗ്ലൂരായിരുന്നു പഠിച്ചത് 4 വർഷം. പക്ഷേ 4 വർഷം നല്ല അടിപൊളി കർണാടക ഫുഡ് തന്നെയാണ് കഴിച്ചത്. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പം എന്തുകൊണ്ടാണ് ഇവർ ഇത്ര അൺഹൈജീനിക്കായിട്ട് ഫുഡ് തരുന്നതെന്ന് എനിക്കറിയില്ല. മേ ബി അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കാം. എല്ലാം എടുത്തും ഇങ്ങനെയല്ല. കാരണം ഞാനും 4 വർഷം കർണാടക സ്റ്റേറ്റിൽ തന്നെയായിരുന്നു പഠിച്ചത്. അപ്പോൾ എനിക്ക് നല്ല ഭക്ഷണമായിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അപ്പം ഇതാണ് ഭഗവാൻ ബാഹുബലിയുടെ സ്റ്റാച്യു വരുന്നത്. ഇതിൻ്റെ ബിഹൈൻഡ് കുറേ സ്റ്റോറി ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റോറി ഇട്ടിരുന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് ഇരുന്ന് വായിച്ചിട്ട് മനസ്സിലാക്കേണ്ടതാണ് സ്റ്റോറി. എനിക്കിത് കണ്ടിട്ട് ഭയങ്കര കൗതുകമായിട്ട് തോന്നി. ഇത് ആക്ച്വലി ഒരു രാജാവാണ്, ദൈവമല്ല. അപ്പം രാജാവിൻ്റെ സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഭഗവാൻ ബാഹുബലിനെ കണ്ടതിന് നേരെ കൊല്ലൂരേക്കാണ് പോകുന്നത്. അതിനു മുന്നേ ഇതിൻ്റെ താഴെയായിട്ട് കുറേ സ്റ്റെപ്പ് കിടക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് മലയാളികൾക്കുള്ളൊരു ഇതാണല്ലോ, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാണ്ട് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാനും അമ്മയും നിൽക്കില്ലാണ്ട് വിചാരിച്ചു എന്നാൽ പിന്നെ താഴെ പോയിട്ട് നോക്കാം എന്താ സംഭവം. കുറേ പേര് കയറി വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് സ്റ്റെപ്പ് ഇറങ്ങാനുണ്ടായിരുന്നു. പകുതി എത്തിയപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നിപ്പോയി. എന്നാലും എന്താണ് താഴെയെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നടന്നു. സ്റ്റെപ്പ് ഇറങ്ങി പകുതി ദൂരം എത്തിയപ്പോൾ നമ്മൾ ഒരുപാട് തുണികൾ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. തുണികൾ മാത്രമല്ല, വളയും മാലയും കയ്യിൽ കെട്ടുന്ന ചരടൊക്കെ കെട്ടിയിട്ട് കണ്ടു. പിന്നെ കല്ലിങ്ങനെ അട്ടിയായി വെച്ചിട്ടും കണ്ടു. അപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇത് കണ്ടിട്ട് എനിക്ക് തൊട്ടിലിൻ്റെ രൂപത്തിൽ കെട്ടിയ പോലെ തോന്നിയത്. അപ്പം പ്രഗ്നൻ്റ് ആവാനും അല്ലെങ്കിൽ പ്രസവിച്ചതിന് ശേഷം വന്ന് കെട്ടിയതോ അല്ലെങ്കിൽ കല്യാണം നടക്കാൻ വേണ്ടി കെട്ടിയതോ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ താഴെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് താഴെ നമ്മൾ നേരെ ധർമ്മസ്ഥല അമ്പലത്തിൻ്റെ പാർക്കിങ്ങിലേക്കാണ് പോകുന്നത്. അതായത് അമ്പലത്തിൻ്റെ അവിടുന്ന് മുകളിലേക്കും ഈ ബാഹുബലീൻ്റെ അടുത്തേക്ക് പോകാനും ബാഹുബലി ഭഗവാന്റെ അവിടുന്ന് താഴോട്ട് നമുക്ക് അമ്പലത്തിലേക്ക് പോകാനും സാധിക്കുന്ന ഒരു സ്റ്റെപ്പാണ് ഇപ്പം ഈ കാണുന്നത്. ഞാൻ വിചാരിച്ചു എന്തോ പുഴയോ അങ്ങനെ എന്തോ ഉണ്ടെന്നാണ് വിചാരിച്ചേ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇനി നേരെ കൊല്ലൂരിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഇതും കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ഒരു വകക്ക് കൊള്ളാത്ത ഭക്ഷണമായിരുന്നു. ഇത് ഗീ റൈസും ബിരിയാണിയും ഒക്കെ ആയിരുന്നു. ഇതെങ്ങനെയാണ് ഇവർ ഗീ റൈസ് എന്ന് ഉദ്ദേശിക്കാൻ എനിക്ക് മനസ്സിലായിട്ടില്ല. ഭയങ്കര ഫ്ലോപ്പായിരുന്നു ഭക്ഷണം. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, നമ്മൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല. ഇനി ഇവർക്ക് കുക്ക് ചെയ്യാൻ അറിയാത്തതാണോ അല്ലെങ്കിൽ ഇവരിങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്നും അറിയില്ല. ഓക്കെ, നമ്മളതൊക്കെ വിട്ടിട്ട് നേരെ കൊല്ലൂരേക്ക് പോയി. ഒരു 4 hours ജേണി ആയിരുന്നു. 4 hours ഒരു 3.5 hours ജേണി ആയിരുന്നു ധർമ്മസ്ഥലയിൽ നിന്ന് കൊല്ലൂരേക്ക് വരുന്നത്. അപ്പം നമ്മളൊരു ഈവനിങ് ഒരു 5 ഒക്കെ ആകുമ്പോൾ അവിടെ എത്തി. രാത്രി എന്നിട്ട് ജസ്റ്റ് അമ്പലത്തിലേക്ക് പോയി. പ്രത്യേകിച്ച് കൊല്ലൂരിനെ പറ്റി അധികം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എവിടെയും ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് എനിക്ക് അധികമൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ അതിനുശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിരുന്നു നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോയത്. നമ്മൾ എത്തിയ സമയം ഒരു 8:30 ആയിരുന്നു. സാധാരണ എല്ലാവരും രാവിലെ പൊലച്ചൊക്കെ എണീച്ചിട്ടാണ് പോയത്. നമുക്ക് എണീക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ 8:30ക്കാണ് പോയത്. അതുകൊണ്ട് നമുക്ക് പുറത്ത് നടക്കുന്ന കുറേ ചടങ്ങുകൾ കാണാൻ പറ്റി. രഥം വലിക്കുന്നതും അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അവിടുന്ന് പ്രതിഷ്ഠ പുറത്തേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു ദേവീൻ്റെ. പിന്നെ അത് കൂടാതെ നമുക്ക് അമ്പലം തുറന്ന് പ്രതിഷ്ഠ കാണാനും പറ്റി. ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, ഭയങ്കര തിരക്കായതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ കൊടജാദ്രി ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്കായിരുന്നു പോയത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സെക്കൻഡ് ടൈമാണ് ഞാൻ കൊടജാദ്രിയിലേക്ക് പോകുന്നത്. മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ല കോടമഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ടിപ്സൊക്കെ മനസ്സിലാക്കിയിട്ട് പോവാം.
അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.